10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഈ റിയൽ നമ്പേഴ്സിനെ പറ്റി നമ്മൾ പഴയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഞാനിത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ഒന്നുകൂടി ഒന്ന് പറയാം. നമ്മളൊരു നമ്പർ സിസ്റ്റം പറയുമ്പം നമ്മൾ ആദ്യം പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിനെ പറ്റിയാണ്. നാച്ചുറൽ നമ്പേഴ്സ് നമ്മളിതിനെ മലയാളത്തിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. അത് ഏത് നമ്പറിലാണ് തുടങ്ങുന്നതെന്ന് അറിയാമല്ലോ. 1 തുടങ്ങുന്നത്. 1, 2, 3, 4 എക്സെട്ര അല്ലേ. സോ 1, 2, 3, 4 എക്സെട്ര ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഈ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ N കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ സാധാരണ പറയാറുള്ളത് ഹോൾ നമ്പേഴ്സിനെ പറ്റിയാണ്. ഹോൾ നമ്പേഴ്സിനെ നമ്മൾ സാധാരണ W കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഹോൾ നമ്പേഴ്സിൽ ഈ നാച്ചുറൽ നമ്പേഴ്സിലുള്ള എല്ലാ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സിലും കാണും. 1, 2, 3, 4 എക്സെട്ര. ഈ നമ്പേഴ്സ് എല്ലാം തന്നെ ഹോൾ നമ്പേഴ്സിലുണ്ട്. ഒരു നമ്പർ എക്സ്ട്രാ വരും, അത് 0 ആണ്. അപ്പോൾ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും തമ്മിലുള്ള വ്യത്യാസം ഒരു 0യുടേതാണ്. സോ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എക്സെട്ര. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 എക്സെട്ര. മനസ്സിലായല്ലോ. ഹോൾ നമ്പേഴ്സിൽ ഒരു 0 എക്സ്ട്രാ വരും. ഈ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയേണ്ടത് ഇൻഡിജേഴ്സിനെ പറ്റിയാണ്. ഇൻഡിജേഴ്സ് നമ്മൾ സാധാരണ ക്യാപിറ്റൽ ലെറ്റർ Z കൊണ്ടാണ് ഇൻഡിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഇൻഡിജേഴ്സ്? ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 എക്സെട്ര അല്ലേ. ഇതെല്ലാം ഇൻഡിജേഴ്സ് ആണ്. ഇത് മാത്രമേ ഉള്ളൂ ഇൻഡിജേഴ്സ് ആയിട്ട് വരുന്നത്? അല്ല. 0 കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് മാത്രമല്ല, 0ക്ക് മുൻപിലുള്ള നമ്പേഴ്സും ഉണ്ട്. അതായത് 0ക്ക് മുൻപിലുള്ള നമ്പേഴ്സ് -1, -2, -3 എക്സെട്ര. മനസ്സിലായല്ലോ. സോ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 എക്സെട്രയും ഉണ്ട്. അതേപോലെ -1, -2, -3, -4 എക്സെട്ര. ഇതെല്ലാം നമ്മൾ ഇൻഡിജേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇൻഡിജേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയേണ്ട കാര്യം റാഷണൽ നമ്പേഴ്സ് ആണ്. നമ്മുടെ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ റാഷണൽ നമ്പറുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർത്തിരുന്നോണം റാഷണൽ നമ്പർ എന്താണെന്നുള്ളത്. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ A/B ഫോംസിൽ വരുന്ന നമ്പേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. മനസ്സിലായോ? A and B ആർ ഇൻഡിജേഴ്സ് എന്ന് കൂടി പറയുന്നുണ്ട്. മനസ്സിലായല്ലോ. എയും ബിയും ഇൻഡിജേഴ്സ് ആയിരിക്കണം. A/B ഫോമിൽ വരുന്ന നമ്പേഴ്സ്. നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. 1/2 അല്ലേ. കണ്ടോ, A/B കണ്ടോ, ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. പിന്നെ ഇതേപോലെ 5/6 ഇതൊരു റാഷണൽ നമ്പർ ആണ്. -2/3 ഇതൊരു റാഷണൽ നമ്പർ ആണ്. എക്സെട്ര. ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെ എല്ലാം നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, 0 ഒരു റാഷണൽ നമ്പർ ആണോ? 0 നമുക്കറിയാം, 0 ഒരു ഹോൾ നമ്പർ ആണ്, 0 ഒരു ഇൻഡിജർ ആണ്. 0 ഒരു റാഷണൽ നമ്പർ ആണോ? ആണ്, ഉറപ്പായിട്ടുമാണ്. കാരണം 0 എന്ന് പറഞ്ഞാൽ 0 = 0/1 ആ. സോ കണ്ടോ, ഇത് A/B ഫോമിലല്ലേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടല്ലോ. സോ 0 ഒരു റാഷണൽ നമ്പർ ആണ്. 2 ഒരു റാഷണൽ നമ്പർ ആണോ? 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. മനസ്സിലായില്ലേ. സോ 2 ഒരു റാഷണൽ നമ്പർ ആണ്. ഇതേപോലെ തന്നെ -2. സോ നമ്മൾ ഈ റാഷണൽ നമ്പർ പറയുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ നമ്പേഴ്സും, അതായത് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, ഇതെല്ലാം എവിടെയും വരും? റാഷണൽ നമ്പേഴ്സിലും വരും. മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും നമ്മൾ ഇതുവരെ പഠിച്ച ഈ 1, 2, 3 നമ്പേഴ്സ് കൂടാതെ A/B ഫോമിൽ വരുന്ന ബാക്കിയുള്ള നമ്പേഴ്സ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അതിൽ ഇങ്ങനെ 0, 1, 2, 3, 4 ഇതെല്ലാം റാഷണൽ നമ്പേഴ്സ്. അതേപോലെ 0, -1, -2, -3, -4 എക്സെട്ര ഇതെല്ലാം ഇൻഡിജേഴ്സുമാണ്. അതേപോലെ തന്നെ റാഷണൽ നമ്പേഴ്സുമാണ്. സോ നമ്മുടെ റാഷണൽ നമ്പേഴ്സിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഇൻഡിജേഴ്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളും വരും. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഡെസിമൽ, ഈ ഫ്രാക്ഷൻ ഫോമിൽ വരുന്ന 1/2, 5/6, -2/3 എക്സെട്ര ഇതേ ഫോമിൽ വരുന്ന ഏതൊരു നമ്പർ ആണെങ്കിലും നമുക്കതിനെ എന്തെന്ന് പറയാൻ പറ്റും? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും. ഇറാഷണൽ നമ്പേഴ്സ്. അപ്പൊ എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? ഇറാഷണൽ നമ്പേഴ്സ് ഓർക്കാൻ എളുപ്പമാണ്. അപ്പം ഇത്രയും നേരം നമ്മൾ പഠിച്ചിട്ടുള്ള ഇത്രയും നമ്പേഴ്സ് അല്ലാതെ വേറെ വരുന്ന നമ്പേഴ്സ്, അങ്ങനെ ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ ഇറാഷണൽ നമ്പേഴ്സ്? ഉണ്ട്. അതായത് റൂട്ട് വരുന്ന നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ്. √2, √3. മനസ്സിലായോ? √4 ഇറാഷണൽ നമ്പർ ആണോ? ഇപ്പൊ √4 നമുക്കറിയാം. √4 എന്ന് പറഞ്ഞാൽ എത്രയാണ് √4? √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഒരു ഇറാഷണൽ നമ്പർ അല്ല, 2 ഒരു
റാഷണൽ നമ്പർ ആണ്. മനസ്സിലായല്ലോ? പിടിയിട്ടില്ലേ? അതേപോലെ √9 എത്ര? √9 3 3യും ഏത് തന്നെ? റാഷണൽ നമ്പർ. അപ്പൊ ഇതെല്ലാം എവിടെ തന്നെ വരുന്നതാണ്? റാഷണൽ നമ്പേഴ്സിൽ വരുന്നതാണ്. ഇറാഷണൽ നമ്പേഴ്സിൽ ഇങ്ങനെ √4ഉം √9 ഒന്നും വരില്ല. പകരം √2 √3 √4 വരില്ല, √5 പിന്നെ √6 √7 അല്ലേ, √8 √9 വരുമോ? √9 ഇവിടെ ആണ്, √9 വരില്ല, √10 അല്ലേ, എക്സെട്ര. അപ്പൊ ഇറാഷണൽ നമ്പേഴ്സ് ഇത് മാത്രമേ ഉള്ളൂ. ഇറാഷണൽ നമ്പേഴ്സ് അല്ല. ഈ റൂട്ടിന് മുൻപേ ഒരു മൈനസ് വന്നാൽ -√2 -√3 -√5 അല്ലേ, -√4 പറ്റില്ല, -√6 എക്സെട്ര. ഇതെല്ലാം തന്നെ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ്. മനസ്സിലായല്ലോ? ഇതല്ലാതെ ഒരു നമ്പറിനെ കൂടി നമ്മൾ ഇറാഷണൽ നമ്പർ എന്ന് പറയാറുണ്ട്. അറിയാമോ ഏതാണെന്നുള്ളത്? ആ നമ്പറാണ് പൈ. അറിയാമല്ലോ, നമ്മള് സർക്കിളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സംഗതിയാണ് പൈ. ഈ പൈയും എന്ത് തന്നെയാണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ്. മനസ്സിലായല്ലോ? സോ ഇറാഷണൽ നമ്പേഴ്സിൽ ഏതൊക്കെ വരും? ഈ റൂട്ട് വരുന്ന നമ്പേഴ്സ് എല്ലാം ഇറാഷണൽ ആയിരിക്കും. അതോടൊപ്പം തന്നെ പൈ, നമ്മുടെ ഈ പൈ എന്ന് പറയുന്ന നമ്പറും ഇറാഷണൽ നമ്പർ ആയിരിക്കും. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി ഈ ചാപ്റ്ററിലോട്ട് വരാം. എന്താ ചാപ്റ്ററിന്റെ പേര്? റിയൽ നമ്പേഴ്സ് എന്നല്ലായിരുന്നോ? അതാണല്ലോ ചാപ്റ്ററിന്റെ ഹെഡിങ്. അപ്പൊ എന്താണ് റിയൽ നമ്പേഴ്സ്? റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ നമ്പേഴ്സും. മനസ്സിലായോ? നാച്ചുറൽ നമ്പേഴ്സ് മുതൽ ഈ ഇറാഷണൽ നമ്പേഴ്സ് വരെ, ഈ നാച്ചുറൽ നമ്പേഴ്സ് മുതൽ ഇറാഷണൽ നമ്പേഴ്സ് വരെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ നമ്പേഴ്സും, ഈ നമ്പേഴ്സ് എല്ലാം തന്നെ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. മനസ്സിലായോ? നമുക്ക് ചുമ്മാ കുറച്ച് എക്സാമ്പിൾ എഴുതാം. 0 1 2 3 4 എക്സെട്ര. അതേപോലെ -1 -2 എക്സെട്ര. ഇതെല്ലാം എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ √2 √3 എക്സെട്ര. ഇതെല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. ഇതേപോലെ a/b ഫോമിൽ വരുന്ന ഏത്? ഇപ്പം 5/6 എക്സെട്ര, 5/6 2/3 -1/9 എക്സെട്ര. ഇങ്ങനെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ നമ്പേഴ്സും എന്ത് തന്നെയാണ്? റിയൽ നമ്പേഴ്സ് ആണ്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വെറുതെ ഒരു സംശയം തോന്നാം, റിയൽ അല്ലാത്ത നമ്പേഴ്സ് നമുക്കുണ്ടോ? റിയൽ അല്ലാത്ത നമ്പേഴ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ വർഷം പഠിക്കാനില്ല, +1 പഠിക്കാനുണ്ട്. എന്നാൽ ചാപ്റ്റർ 4 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള 4ാമത്തെ ചാപ്റ്ററിൽ ഈ റിയൽ അല്ലാത്ത നമ്പേഴ്സിനെ കുറിച്ച് ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയ ഒരു കാര്യം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഓർത്താൽ മതി. റൂട്ടിനകത്ത് മൈനസ് വരികയാണെങ്കിൽ ഇതെന്തായിരിക്കത്തില്ല? ഈ നമ്പർ റിയൽ നമ്പർ ആയിരിക്കത്തില്ല. അത്രയും മാത്രം നിങ്ങൾ ഇപ്പോൾ ഓർത്താൽ മതി. മനസ്സിലായല്ലോ? ഇപ്പൊ റൂട്ടിനകത്ത് മൈനസ് വരുന്ന നമ്പേഴ്സ് ഇതൊന്നും റിയൽ നമ്പർ ആയിരിക്കത്തില്ല. പിടികിട്ടിയോ? റൂട്ടിനകത്ത് മൈനസ് വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ √9 ഇതെന്തല്ല? റിയൽ നമ്പർ അല്ല. വ്യത്യാസം മനസ്സിലാക്കണം. ഇവിടെ കണ്ടോ, -√2 നമ്മൾ ഇവിടെ എഴുതിയായിരുന്നു. ഇവിടെ റൂട്ടിന് പുറത്താണ് മൈനസ്. സോ ഇതെന്താണ്? ഇതൊരു ഇറാഷണൽ നമ്പർ ആണ്. അതേപോലെ തന്നെ ഇതൊരു റിയൽ നമ്പറുമാണ്. എന്നാൽ റൂട്ടിനകത്ത് മൈനസ് വരുന്ന നമ്പേഴ്സ് ഒന്നും തന്നെ എന്തല്ല? റിയൽ നമ്പേഴ്സ് അല്ല. കേട്ടല്ലോ? റൂട്ടിനകത്ത് മൈനസ് വരാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരാത്ത ബാക്കി എല്ലാ നമ്പേഴ്സും എന്ത് തന്നെയാണ്? റിയൽ നമ്പേഴ്സ് ആണ്. ഈ ചാപ്റ്ററിലെ 1ാമത്തെ എക്സസൈസ് അത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 2020-21 ഈ ഒരു പോർഷൻ CBSE ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നിരുന്നാലും ഞാൻ കഴിഞ്ഞ വർഷം അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനിയും ഇൻ കേസ് CBSE അത് സിലബസിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്തു തരാം. സോ 1ാമത്തെ എക്സസൈസ് നമുക്ക് തൽക്കാലത്തേക്ക് പഠിക്കേണ്ട, അത് ഡിലീറ്റഡ് ആയതുകൊണ്ട് നമുക്ക് 2ാമത്തെ എക്സസൈസിലോട്ട് പോകാം. എന്താ ഈ 2ാമത്തെ എക്സസൈസ് പറഞ്ഞിരിക്കുന്നത്? ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്. ആ നമ്പേഴ്സിനെ ഫാക്ടേഴ്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, പ്രൈം ഫാക്ടേഴ്സിലോട്ട്. അപ്പൊ എന്താണ് ഒരു പ്രൈം നമ്പർ? എന്താണ് ഒരു പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ? ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? അറിയാമോ ഏതൊക്കെയാ പ്രൈം നമ്പേഴ്സ് എന്നുള്ളത്? 1 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. 1 പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. 2 ഒരു പ്രൈം നമ്പർ ആണ്. കാരണം അറിയാമോ? 2-ന് രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ. ഏതൊക്കെയാണ്? 2 എന്ന് പറഞ്ഞാൽ 2 × 1 മാത്രമാണ്. സോ 2ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2ഉം 1ഉം മാത്രമാണ്. അപ്പൊ ഒരു നമ്പറിന്റെ ഫാക്ടർ എടുക്കുമ്പോൾ 1ഉം ആ നമ്പർ മാത്രം വരികയാണെങ്കിൽ, കണ്ടില്ലേ ഇവിടെ 2ന്റെ ഫാക്ടേഴ്സ് എടുത്തപ്പോൾ 2ഉം 1ഉം മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അല്ലാത്ത നമ്പേഴ്സിനെ എല്ലാം നമ്മൾ
കോമ്പസിറ്റ് നമ്പർ എന്നാണ് പറയുന്നത്. സോ 1 ഒരു പ്രൈം നമ്പർ അല്ല, 1 ഒരു കോമ്പസിറ്റ് നമ്പറും അല്ല കേട്ടോ. 1 പ്രൈം നമ്പറും അല്ല, കോമ്പസിറ്റും അല്ല. 2 ഒരു പ്രൈം നമ്പർ ആണ്. 3 അല്ലേ, 3 എന്ന് പറഞ്ഞാൽ 3 into 1. സോ 3 ഒരു പ്രൈം നമ്പർ ആണ്. 4 പ്രൈം നമ്പർ ആണോ? 4 എന്ന് പറഞ്ഞാൽ 4ന് 1 into 4നെ നമുക്ക് 4 എന്ന് എഴുതാം, 2 into 2നെ 4 എന്ന് എഴുതാം അല്ലേ. സോ 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1, 2, 4 അല്ലേ. അപ്പം 1ഉം 4ഉം അല്ലാതെ വേറൊരു ഫാക്ടർ ഉണ്ട് 4ന്. സോ 4 ഒരു പ്രൈം നമ്പർ അല്ല, 4 ഒരു കോമ്പസിറ്റ് നമ്പർ ആണ്. എന്നാൽ 5 അല്ലേ, 5 എന്ന് പറഞ്ഞാൽ 5 into 1 മാത്രമാണ്. 6 ഒരു പ്രൈം നമ്പർ ആണോ? 6 എന്ന് പറഞ്ഞാൽ 1 into 6 6 ആണ്, 2 into 3യും 6 ആണ്. സോ 1ഉം 6ഉം അല്ലാതെ 6ന് വേറെ 2 ഫാക്ടേഴ്സ് ഉണ്ട്, 2ഉം 3യും. സോ 6ഉം എന്തല്ല, പ്രൈം നമ്പർ അല്ല. പിന്നെ അടുത്തത് 7 പ്രൈം നമ്പർ ആണ്. 8 അല്ല, 9 പ്രൈം നമ്പർ അല്ല, 10 അല്ല, 11 അല്ലേ, 12 പ്രൈം നമ്പർ അല്ല, 13 പ്രൈം നമ്പർ ആണ്. പിന്നെ അടുത്ത പ്രൈം നമ്പർ ഏതാ? 14, 15, 16 ഇതൊന്നും പ്രൈം നമ്പർ അല്ല. 17, 19 എക്സെട്ര ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഇവർ നമ്മളോട് ഈ ഒന്നാമത്തെ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് ഇവർ തന്നേക്കുന്ന നമ്പേഴ്സിനെ ഒക്കെ എങ്ങനെ ആക്കാൻ പ്രൈം ഫാക്ടേഴ്സിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 140 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് 140നെ ഡിവൈഡ് ചെയ്ത് തുടങ്ങാം. 140 അല്ലേ, 2 കൊണ്ട് 70, 2, 35, 3, 7 അല്ലേ, 3 അല്ല 5, 7 ആണല്ലോ. സോ 140 നമുക്ക് എങ്ങനെ എഴുതാം? 140 is equal to 2 into 2 into 5 into 7 അല്ലേ. That is 140 is equal to 2 into 2, 2 square into 5 into 7. ഇങ്ങനെ എഴുതാനാണ് ഇവർ നമ്മളോട് പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്യാൻ നോക്കണം. സംശയം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. 2, 78 അല്ലേ, 2, 39, 39നെ 3ഉം മാത്രമേ ഉള്ളല്ലേ, 3, 13. സോ 156 is equal to 2 എത്ര വട്ടമുണ്ട്? 2 സ്ക്വയർ 2 വട്ടമുണ്ടല്ലോ, ഇൻറ്റു 3 into 13 അല്ലേ, 3825 അല്ലേ. 5ൽ അവസാനിക്കുന്ന നമ്പറാണ്. 38, 25 5ൽ അവസാനിക്കുന്ന നമ്പർ ആയതുകൊണ്ട് 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. സോ ചിലപ്പോൾ ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. അത് എങ്ങനെ അറിയാൻ പറ്റും ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന്? ഈ നമ്പർ എല്ലാം കൂടെ കൂട്ടി നോക്കണം. കൂട്ടി നോക്കുമ്പം 3ന്റെ ഫാക്ടേഴ്സ് കിട്ടുമെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം. ഇപ്പൊ 8ഉം 3ഉം 11, 11ഉം 2ഉം 13ഉം 5ഉം 18 അല്ലേ. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 18 കിട്ടും. 18 എന്ന് പറഞ്ഞാൽ 3ന്റെ ഫാക്ടർ ആണല്ലോ. സോ നമുക്ക് വേണമെങ്കിൽ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, 5ൽ അവസാനിക്കുന്ന നമ്പർ അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നേരിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 5 കൊണ്ട് ഫാക്ടേഴ്സ് ചെയ്യാമല്ലോ. 7 അല്ലേ, 7 35 ആണ്, ബാക്കി 32, 6, 5. പിന്നെയും 5 കൊണ്ട് ചെയ്യാമല്ലോ. 1, 26, 5 അല്ലേ, 15, 3. ഇനി നോക്കി 5, 1, 6, 3, 9. നമുക്ക് 3 കൊണ്ട് ചെയ്യാം അല്ലേ. സോ എത്ര വരും? 51. 3ഉം 17 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 3825 is equal to 3 into 3. 2 3 ഉണ്ടല്ലോ, കണ്ടോ, 2 3 ഉണ്ട്. സോ 3 സ്ക്വയർ ഇൻറ്റു 2 5 ഉണ്ടല്ലോ, 5 സ്ക്വയർ ഇൻറ്റു പിന്നെ 17. കണ്ടിട്ട് ഇത് എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ. 5005 5 കൊണ്ട് ചെയ്യാമല്ലോ. 5, 1, 0, 0, 1. അറിയാമോ ഇതെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? നേരത്തെ അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരിക്കും. ശരിക്കും ഇത് 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് ഇത്. 11 നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാലേ, 1ൽ അവസാനിക്കുന്ന നമ്പർ അല്ലേ. 1ൽ അവസാനിക്കുന്ന നമ്പറിന്റെ കോമ്പിനേഷൻസ് ഒക്കെ ചുമ്മാ എടുത്ത് നോക്കണം. 9 അല്ലേ, 99, 11, 91. 91ന്റെ ഫാക്ടേഴ്സ് അറിയാമല്ലോ. 91ന്റെ ഫാക്ടേഴ്സ് 7, 13. സോ 5005 is equal to 5 into, ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ അതൊന്ന് ഭംഗിയുണ്ടായിരിക്കും. 5 into 7 into 11 into 13. 9ൽ അവസാനിക്കുന്നുണ്ട്.
അപ്പോൾ എന്നാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 7 4 11, 11 2 13, 13 9 22. 22 എന്ന് പറഞ്ഞാൽ 3ന്റെ ഫാക്ടർ അല്ലല്ലോ, അല്ലേ? 3ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ. സോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ അറിയാൻ പറ്റും ഈ 7429 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന്? നമുക്ക് നമ്മുടെ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള, നമ്മുടെ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള അതേ തന്ത്രം ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഈ അവസാനിക്കുന്ന നമ്പർ ഏതാ? 9. സോ 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 വരുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. എങ്ങനെ 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 വരുന്നത്? ഇപ്പം 1 × 9 9 ആണ്, അല്ലേ? പിന്നെ 3 × 3 വരുമ്പോൾ 9 അവസാനിക്കും. പിന്നെ 7 × 7 ചെയ്താൽ 9 അവസാനിക്കും. വേറെ ഏതെങ്കിലും ഉണ്ടോ 9 അവസാനിക്കുന്നത്? വേറൊന്നും ഇല്ലല്ലോ. സോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് അറിയാവുന്ന എല്ലാ കോമ്പിനേഷൻ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കണം. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ഞാൻ തൊട്ടുമ്പ് പറഞ്ഞിരുന്നു 3 കൊണ്ട് പറ്റത്തില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ആരാ ഉള്ളത്? 7. അപ്പൊ നമ്മൾ ആദ്യം 3 കൊണ്ട് നോക്കും. എന്താ കാരണം? 3 × 3 വരുമ്പം 9ൽ ഇൻഡ് ചെയ്യുന്നതുകൊണ്ട്, അല്ലേ? സോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. പറ്റിയില്ലെങ്കിൽ അടുത്തത് ഏതായിരിക്കും? 7ൽ, അല്ലേ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അത് പറ്റിയില്ലെങ്കിൽ 9 ട്രൈ ചെയ്യണം. ഇത് പറ്റിയില്ലെങ്കിൽ അടുത്തത് ഏതാ? കണ്ടോ, 1 ഉണ്ട്. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. പിന്നെ 11 കഴിഞ്ഞാൽ പിന്നെ 3ൽ അവസാനിക്കുന്ന ഏതാ ഉള്ളത്? 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. 13 കഴിഞ്ഞാൽ പിന്നെ, അല്ലേ? ഏതൊക്കെയാ നമ്പേഴ്സ്? ഏതൊക്കെയാ? 1 3 പിന്നെ 7 9, അല്ലേ? സോ 13 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. പിന്നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇങ്ങനെ 19 കഴിഞ്ഞാൽ പിന്നെ ഏതാ അടുത്തത്? 21 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. പിന്നെ 23 കൊണ്ട്, 27 കൊണ്ട്, 29 കൊണ്ട്, ഇങ്ങനെ ഓരോ നമ്പർ ഇട്ട് പരീക്ഷിച്ച് നോക്കണം. അധികം ബുദ്ധിമുട്ടിക്കാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഈ ഒരു കേസിൽ നമുക്ക് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. 437 വരും. 437, അല്ലേ? 17 × 4 68. ശരി, 437 വരും. ഇവിടെ കണ്ടോ 7ൽ അവസാനിക്കുന്നു. പിന്നെ 7ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? എപ്പോഴൊക്കെയാണ് ഒരു നമ്പർ 7ൽ അവസാനിക്കുന്നത്? 1 × 7, അല്ലേ? 1 × 7 വന്നാൽ 7ൽ അവസാനിക്കും. പിന്നോ 9 × 3 വന്നാലും 7ൽ അവസാനിക്കും, അല്ലേ? സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പേഴ്സ് ഏതൊക്കെയാ? 1 3 7 9. ഈ ഒരു കോമ്പിനേഷൻ നോക്കണം. മനസ്സിലായോ? 1 3 പറ്റത്തില്ലെന്ന് അറിയാം. പിന്നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. പിന്നെ 9 കൊണ്ട് നോക്കണം. 11 കൊണ്ട് നോക്കണം. 13 കൊണ്ട് നോക്കണം. ഇങ്ങനെ ഓരോ നമ്പേഴ്സ് എടുത്ത് കോമ്പിനേഷൻ നോക്കണം. നേരത്തെ നമ്മൾ 17 വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും 17 വരെ നോക്കണ്ട. ബാക്കിയുള്ള നമ്പർ ഏതാണ്? 19. 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 23 ആണ്. 23 നമുക്ക് വേറെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ 7429 is equal to 17 × 19 × 23. ഈ LCM-ഉം HCF-ഉം കണ്ടുപിടിക്കാനേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ LCM HCF-ഉം കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വർഷം ഒന്നാമത്തെ എക്സസൈസിൽ നമുക്ക് ഈ HCF കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡ് ഉണ്ടായിരുന്നു. അത് ഡിലീറ്റഡ് പോർഷൻ ആയതുകൊണ്ട് നമുക്കത് പഠിക്കേണ്ട വന്നില്ല. അപ്പൊ എന്താണ് LCM-ന്റെ ഫുൾ ഫോം? ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. എന്താണ് HCF-ന്റെ ഫുൾ ഫോം? ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അല്ലേ? ശരി, 2 നമ്പേഴ്സ് തരാം. നമ്മൾ പണ്ട് എങ്ങനെയാണ് ഈ LCM-ഉം HCF-ഉം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നതെന്ന് പറയാമോ? 36ഉം 48ഉം 2 നമ്പേഴ്സ്. നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ 7ലോ 8ലോ മറ്റോ നമ്മൾ LCM-ഉം HCF-ഉം കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയായിരുന്നു നമ്മൾ ഈ 36ന്റെയും 48ന്റെയും LCM കണ്ടുപിടിക്കുന്നത്? എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? ഓർക്കുന്നുണ്ടോ? നമ്മളിത് ഇങ്ങനെ എഴുതും, അല്ലേ? 36 36 48 ഇങ്ങനെ എഴുതും, അല്ലേ? ഈ 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് വല്ലതും ഉണ്ടോ? 2 ഉണ്ട്. 36നെ 18, 48ന്റേത് 24. എഗെയിൻ 2 കൊണ്ട്, അല്ലേ? 9, 2 കൊണ്ട് 12. ഇനിയും വല്ലതും ഉണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരേപോലെ? 3 കൊണ്ട് ചെയ്യാം. സോ 3 കൊണ്ട് എത്ര വരും? 3 4. ഇനിയും ഉണ്ടോ വല്ലതും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? ഇല്ലല്ലോ. സോ നമ്മൾ HCF എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഓർക്കുന്നുണ്ടോ? HCF is equal to, ഇങ്ങനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ നമ്പേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതൊക്കെ ഉണ്ടായിരുന്നത്? 2 × 2 × 3, അല്ലേ? 2 × 2 4 × 3 12. ഇതാണ് നമ്മുടെ HCM. എങ്ങനെയായിരുന്നു LCM കണ്ടുപിടിക്കുന്ന? ഓർക്കുന്നുണ്ടോ? ഈ
ഈ 2 × 2 × 3 മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ ഇതുണ്ട് ഈ ഒരു 3 × 4 കണ്ടോ, ഇതിന് കോമൺ ഒന്നുമില്ല. എന്നാൽ LCM കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ HCF ഇല്ലേ 2 × 2 × 3, അതിന്റെ കൂട്ടത്തിൽ ഈ 3 × 4 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 2 × 2 × 3 × 3 × 4 അല്ലേ. 2 × 2 4 × 3 12 × 3 12 × 3 എത്ര? 36 36 × 4 6 × 4 24 4 3 144 അല്ലേ. സോ 144 ആണ് നമ്മുടെ LCM. ഇങ്ങനെയാണ് നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ LCM-ഉം HCF-ഉം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം ഈ HCF-ഉം LCM-ഉം കണ്ടുപിടിക്കാൻ ഇവർ വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് LCM-ഉം HCF-ഉം കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ എക്സസൈസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഈ LCM-ഉം HCF-ഉം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയാം. അതിനുശേഷം നമുക്ക് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ രണ്ട് നമ്പേഴ്സിന്റെ LCM-ഉം HCF-ഉം പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ് ഈ എക്സസൈസിൽ നമ്മളോട് പറയുന്നത്. ഞാൻ ചുമ്മാതെ 2-3 എക്സാമ്പിൾസ് ചെയ്യാം കേട്ടോ. ഈ എക്സാമ്പിൾസ് ചെയ്തിട്ട് നമുക്ക് ഈ എക്സസൈസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശരി, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 36-നെ ഫാക്ടറൈസ് ചെയ്യണം. 2 18 2 9 3 3 ആണല്ലോ. സോ 36 ഈസ് ഈക്വൽ ടു 2 × 2 എത്രയാണത്? 2 സ്ക്വയർ × 3 × 3 എത്രയാണത്? 3 സ്ക്വയർ. ഇതേപോലെ തന്നെ 48-നെ ഫാക്ടറൈസ് ചെയ്യണം. മനസ്സിലായോ? 48-നെ 2 24 2 12 2 6 2 3. സോ 48 നമുക്ക് എങ്ങനെ എഴുതാം? 2 എത്ര 2 ഉണ്ട്? 1 2 3 4 2 ഉണ്ട് അല്ലേ. സോ 2⁴ × 3. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് HCF കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ LCM-ഉം കണ്ടുപിടിക്കണം. ഇതിന് ഒരു ഫോർമുല അവർ പറഞ്ഞിട്ടുണ്ട്. ഈ HCF-ഉം LCM-ഉം കണ്ടുപിടിക്കാൻ ഈ രണ്ട് ഫോർമുല ഓർക്കണം. ഇങ്ങനെ കാണുമ്പോൾ വലിയ ലെങ്തി ആയിട്ട് തോന്നുമെങ്കിലും സംഭവം വളരെ സിമ്പിൾ ആണ്. അപ്പൊ HCF എന്ന് കണ്ടുപിടിക്കാം. HCF എന്താണ്? കോമൺ ആൻഡ് ലോവസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ടിടത്തും കോമൺ ഉള്ള ഫാക്ടേഴ്സ് ഏതൊക്കെ ഉണ്ടെന്ന് എഴുതണം. നോക്കിക്കേ, ഈ 36-നെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ 2-ഉം 3-ഉം വന്നു. 48-നെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ 2-ഉം 3-ഉം വന്നു. സോ 2-ഉം 3-ഉം രണ്ടിടത്തും കോമൺ ആണല്ലോ. സോ 2 × 3 എഴുതണം. ഇനി എന്താ പറഞ്ഞേ? കോമൺ ആൻഡ് ലോവസ്റ്റ്. ഇതിന്റെ ലോവസ്റ്റ് പവർ എഴുതണം. ഇവിടെ കണ്ടോ 2⁻² ആണ്, ഇവിടെ 2⁴ ആണ്. ഇതിലെ ലോവസ്റ്റ് പവർ 2² ആണോ 2⁴ ആണോ ലോവസ്റ്റ്? 2² ആയിരിക്കുമല്ലോ ലോവസ്റ്റ്. സോ 2² അല്ലേ. 3 രണ്ടിടത്തും ഉണ്ടല്ലോ, കണ്ടല്ലോ. അതിലെ ലോവസ്റ്റ് എഴുതേണ്ടത്. ഇവിടെ 3² ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഏതാ ലോവസ്റ്റ്? 3 ആണല്ലോ. സോ 2² × 3 എത്ര? 2². 4 × 3 ഈസ് ഈക്വൽ ടു 12 ആണ് HCF. നമ്മൾ മുമ്പേ ഇത് ചെയ്തപ്പോൾ നമ്മുടെ പഴയ മെത്തേഡ് ചെയ്തപ്പോൾ നമുക്ക് 12 തന്നെ ആയിരുന്നു ആൻസർ കിട്ടിയത്. മനസ്സിലായല്ലോ? ഇത് വേറൊരു രീതിയിൽ ചെയ്യാനാണ് ഇവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ LCM കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ഓൾ ഫാക്ടേഴ്സ് എഴുതണം. ഈ തന്നിരിക്കുന്ന എല്ലാ ഫാക്ടേഴ്സും. ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ. താഴെയോ 2-ഉം 3-ഉം തന്നെ താഴത്തെ ഫാക്ടേഴ്സ്. സോ 2 3 നമ്മൾ ഓൾറെഡി എഴുതിയോണ്ട് അത് വേറെ എഴുതേണ്ട കാര്യമില്ല. ഇനി എന്ത് വേണം? ഇതിലെ ഹയസ്റ്റ് എടുക്കണം. 2² ആണോ 2⁴ ആണോ ഹയസ്റ്റ്? ഉറപ്പായിട്ടും 2⁴ ആണല്ലോ ഹയസ്റ്റ്. ഇൻറ്റു 3² ആണോ 3 ആണോ ഹയസ്റ്റ്? 3² ആണല്ലോ ഹയസ്റ്റ്. സോ 2⁴ × 3². അതാണ് നമ്മുടെ LCM. എത്ര? 2⁴? 16 ഇൻറ്റു 3² എത്രയാണ്? 9 അല്ലേ. സോ 144 ആയിരിക്കും നമ്മുടെ LCM. ഈ രീതിയിലാണ് നമ്മളോട് ഈ എക്സസൈസിൽ LCM-ഉം HCF-ഉം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ചെയ്തു തരാം. ശ്രദ്ധിച്ചോണം. 96 and 404 മനസ്സിലായോ? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 96-നെ ഫാക്ടറൈസ് ചെയ്യണം, അതേപോലെ തന്നെ 404-നെ ഫാക്ടറൈസ് ചെയ്യണം. ശരി, 96-നെ ഫാക്ടറൈസ് ചെയ്യുന്നു. 2 കൊണ്ട് 48 അല്ലേ. 2 കൊണ്ട് 24, 2 കൊണ്ട് 12, 2 6 2 3 അല്ലേ.
സോ 96 ഈസ് ഈക്വൽ ടു എത്ര വരും? 2 എത്ര വട്ടമുണ്ട്? 1, 2, 3, 4, 5 വട്ടം. സോ 2⁵ ഇൻറ്റു 3 എത്ര വട്ടമുണ്ട്? 1 വട്ടം. ഇതേപോലെ തന്നെ 404നെ ഫാക്ടറൈസ് ചെയ്യണം. 404 അല്ലേ, 2 കൊണ്ട് 202, അഗെയിൻ 2 കൊണ്ട് 101. ഈ 101നെ വേറെ എന്തെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 101 ഒരു പ്രൈം നമ്പർ ആണ്. സോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമല്ലോ. സോ 404നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 അല്ലെ, 2 2 വട്ടം ഉണ്ടല്ലോ, 2² ഇൻറ്റു 101. ശരി, നമുക്ക് HCF കണ്ടുപിടിക്കാം. എന്തായിരുന്നു HCF? ഞാൻ ഇവിടെ പറഞ്ഞു. HCF എന്തോ കോമൺ ഫാക്ടേഴ്സ് മാത്രം എടുത്തെഴുതണം, അതിന്റെ ലോവസ്റ്റ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 96ന്റെ ഫാക്ടർ 2 ഇൻറ്റു 3 ആ. കണ്ടോ, 2ഉം 3യുമാണ് ഫാക്ടേഴ്സ്. 404ന്റെ ഫാക്ടർ 2ഉം 101ഉമാ. ഈ രണ്ടിടത്തും കോമൺ ഉള്ളത് ഏതാ? 2 മാത്രമേ ഉള്ളൂ അല്ലേ? അത് എഴുതുക, HCF ഈസ് ഈക്വൽ ടു 2. ഇനി എന്താ ചെയ്യണ്ടേ? ഈ കോമൺ ഉള്ളതിന്റെ ലോവസ്റ്റ് പവർ നോക്കിക്കേ. ഇവിടെ 2⁵ ആയിരുന്നു, ഇവിടെ 2² ആയിരുന്നു. ഇതിന്റെ ലോവസ്റ്റ് ഏതാ? 2⁵ വന്ന 2² ആണോ ലോവസ്റ്റ്? 2² ആണല്ലോ ലോവസ്റ്റ്. സോ 2² ആണ് നമ്മുടെ HCF. എത്ര 2²? 4 ആണ് നമ്മുടെ HCF. എങ്ങനെ LCM കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു. ഇവിടെ എന്തുണ്ട്? 2ഉം 3യും ഉണ്ട്. സോ 2ഉം എഴുതുക. കണ്ടോ, എന്താ LCM? ഓൾ ഫാക്ടേഴ്സ് എഴുതണം അല്ലെ, എല്ലാ ഫാക്ടേഴ്സും എഴുതണം. ഇവിടെ എന്തുണ്ട്? 2ഉം 3യും ഉണ്ട്. സോ 2ഉം 3യും എഴുതുക. ഇവിടെ 2ഉം 101. 2 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അല്ലേ, ബാക്കി എന്തുണ്ട്? 101. ഇനി എന്ത് വേണം? ഓൾ ഫാക്ടേഴ്സ് എഴുതണം, അതിന്റെ ഹയസ്റ്റ് പവർ അല്ലേ. ഇപ്പൊ 2ന്റെ ഹയസ്റ്റ് പവർ ഇവിടെ 2² ഉണ്ട്, ഇവിടെ 2⁵ ഉണ്ട്. ഹയസ്റ്റ് പവർ ഏതാണ്? 2⁵ ഇൻറ്റു 3. 3 ഒറ്റ 3 ഉള്ളൂ. സോ 3 ഇൻറ്റു 101ഉം ഒറ്റ ഒരെണ്ണമേ ഉള്ളൂ. 101 ഈസ് ഈക്വൽ ടു 2⁵. എത്ര 2⁵? 2ന് 5 വട്ടം. 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8 ഇൻറ്റു 32 അല്ലേ. 32 ഇൻറ്റു 3 ഇൻറ്റു 101 അല്ലേ. സോ 96 ഇൻറ്റു 101, 101 ഇൻറ്റു 96, 6, 9. സോ ഈക്വൽസ് 9696. ഇതാണ് നമ്മുടെ LCM. 2 എക്സാമ്പിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ ഈ ഒരു രീതിയിലാണ് ഈ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് മുഴുവൻ ചെയ്യേണ്ടത്. ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ആയിക്കോളും. അതുകൊണ്ട് ഈ 2 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി നന്നായിട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ശരി, അപ്പൊ നമുക്ക് നമ്മുടെ എക്സസൈസിലോട്ട് തിരിച്ചു പോകാം. നമ്മൾ എക്സസൈസ് 1.2 ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് ഇന്റിജേഴ്സ്. മനസ്സിലായോ? ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ എല്ലാം LCMഉം HCFഉം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വെരിഫൈ ദാറ്റ് LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരി, അപ്പൊ നമ്മുടെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ LCMഉം HCFഉം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ LCMഉം HCFഉം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് ഞാൻ 2-3 എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ആ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ പാർട്ട് ഏതായിരുന്നു? ആ നമ്പേഴ്സ് 26 ആൻഡ് 91. ഓർക്കുന്നുണ്ടല്ലോ, തൊട്ട് മുമ്പേ നമ്മൾ ചെയ്തത് 26നെ ഫാക്ടറൈസ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ 26 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 13. ഇങ്ങനൊരു ഫാക്ടറേ 26-നുള്ളൂ. അതേപോലെ തന്നെ 91, 7ഉം 13ഉം മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. സോ 91 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 13 ആണ്. ശരി, LCM കണ്ടുപിടിക്കണമല്ലോ. LCM എങ്ങനെയായിരുന്നു LCM കണ്ടുപിടിക്കേണ്ടത്? ഓൾ ഫാക്ടേഴ്സ് ഓർക്കുന്നുണ്ടല്ലോ. ഓൾ എന്ന് പറഞ്ഞാൽ ഓൾ ഫാക്ടേഴ്സാ. ഈ 2 ടൈമിന്റെ എല്ലാ ഫാക്ടേഴ്സും എഴുതണം അല്ലേ. 26ന്റെ ഫാക്ടർ ഏതാണ്? 2 ഇൻറ്റു 13 ഇൻറ്റു 91ന്റെ ഫാക്ടർ ഏതാണത്? 7 ഇൻറ്റു 13. നമ്മൾ ഓൾറെഡി എഴുതിയതാ. സോ അത് രണ്ടാമത് എഴുതേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പൊ എഴുതിയ ഫാക്ടേഴ്സിന്റെ ഹയസ്റ്റ് പവർ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ആ. കണ്ടോ, 2 ഒരു 2വേ ഉള്ളൂ. 13 മുകളിലും താഴെയും രണ്ടിടത്തും 13 തന്നെയാണ്. അങ്ങനെ 13² 13³ ഒന്നും ഇല്ല, 13 തന്നെയാണ്. പിന്നെ 7 അല്ലേ. സോ LCM എന്ന് പറഞ്ഞാൽ ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 2 ഇൻറ്റു 7
അല്ലേ? 2 into 7 14 into 13, 13 into 14 അല്ലേ? 4 into 3 12, 1 13 17 1 18. സോ 182 ഇതാണ് നമ്മുടെ LCM. HCF നമുക്കറിയാം. HCF നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ HCF കണ്ടുപിടിക്കാൻ പറ്റുക? കോമൺ ഫാക്ടേഴ്സ് എടുക്കണം അല്ലേ? ഈ രണ്ടെണ്ണത്തിനും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏത് മാത്രമേ ഉള്ളൂ ഇവിടെ? കണ്ടോ, ഇവിടെ 2 into 13 ഉണ്ട്, ഇവിടെ 7 into 13. ഏതാണ് കോമൺ? രണ്ടിടത്തും 13 ആ കോമൺ അല്ലേ? 13 into അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ കോമൺ? ഇല്ല, 13 മാത്രമേ ഉള്ളൂ. ഇനിയും അതിന്റെ ലോവസ്റ്റ്, ഇത് 13 ഇതും 13 സെയിം പവറാ. അങ്ങനെ ലോവസ്റ്റ് ഹയസ്റ്റ് ഒന്നും ഇല്ല, രണ്ടിനും ഒരേ പവറാ. സോ HCF എന്ന് പറഞ്ഞാൽ ഏതാണ്? 13 ആണ്. സോ LCM 182 കിട്ടി, HCF 13 കിട്ടി. ഇനിയും ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ക്വസ്റ്റ്യനിൽ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഓഫ് ഇന്റിജേഴ്സ്. നമ്മളപ്പോ LCM HCF കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നീട് ബാക്കി ആൻഡ് വെരിഫൈ ദാറ്റ് LCM into HCF is equal to പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. LCM into HCF കണ്ടുപിടിക്കണം. അങ്ങനെ LCM into HCF is equal to എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. ഏതാ പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ നമ്പേഴ്സ് ഏതൊക്കെ? 26 91. മനസ്സിലായോ? അതായത് LCM into HCF മനസ്സിലായോ? 26ന്റെ 91ന്റെ LCMും HCFും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ LCM into HCF ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ആൻസർ തന്നെ ആയിരിക്കണം 26 into 91 ചെയ്യുമ്പോഴും കിട്ടേണ്ടത് എന്നാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? നമ്മളത് ചെയ്ത് കാണിക്കണം. ശരി, LCM into HCF. LCM ഏതായിരുന്നു ഇവിടെ? 182 into HCF. HCF ഏതാ? 13. സോ 182 into 13 ചെയ്യാം. 2 into 3 6, 8 into 3 24, 2 26, ബാലൻസ് 2 3 1 2 13 1. സോ ഈസ് ഈക്വൽ ടു 2366 ആണല്ലോ. ഇതേപോലെ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഏതായിരുന്നു? നമ്പേഴ്സ് 26ഉം 91ഉം. അതിന്റെ പ്രോഡക്റ്റ് എടുക്കാനാ പറഞ്ഞത്. സോ 26 into 91, 1 into 6 6 അല്ലേ? 2 into 1 2, 9 96 54 2 56, ബാലൻസ് 5, 2 into 9 18 5 23. അത് നമുക്ക് എന്ത് തന്നെ കിട്ടി? 2366 തന്നെ കിട്ടി. മനസ്സിലായല്ലോ? സോ നമുക്ക് എന്ത് പറയാം? LCM into HCF is equal to പ്രോഡക്റ്റ് അല്ലേ? പ്രോഡക്റ്റ് എന്ന് നിങ്ങൾ ഫുൾ ഫോമിൽ തന്നെ എഴുതണം കേട്ടോ. പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. വളരെ സിമ്പിൾ ആണ്. ഇത് വെരിഫൈ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. ശരി, സെക്കൻഡ് ക്വസ്റ്റ്യൻ 510 92. ഫാക്ടേഴ്സ് ചെയ്യാമോ? 510 510 അല്ലേ? 25 പിന്നെ 5 അല്ലേ? 5 കൊണ്ട് 5ൽ അവസാനിക്കുന്നതാണല്ലോ, 5 കൊണ്ട് ചെയ്യാം അല്ലേ? 51. ഈ 51ന്റെ കാര്യം ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോഴോ മറ്റോ പറഞ്ഞിരുന്നു. 51ന് നമുക്ക് 3 കൊണ്ടും അല്ലെ 3 into 17 ഈ രണ്ട് ഫാക്ടേഴ്സ് മാത്രമേ 51-നുള്ളൂ. ഇതേപോലെ തന്നെ 92-ന് ഫാക്ടേഴ്സ് ചെയ്യാമല്ലോ. 92 എന്ന് പറഞ്ഞാൽ 2 46 അല്ലേ? 2 23 ഇത്രയുമല്ലേ ഉള്ളൂ. ശരി, നമുക്കൊന്ന് എഴുതാം. Therefore 510 is equal to എത്രയാണ്? 510. 2 into 3 into 5 into 17. ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത് നല്ലതായിരിക്കും. 92ന്റെ ഫാക്ടേഴ്സോ 92 is equal to 2 into 2 2 square into 23 ആണ്. ശരി, LCM കണ്ടുപിടിക്കാമല്ലോ. LCM is equal to ഓർക്കുന്നുണ്ടല്ലോ. LCMന് നമുക്ക് ഓൾ ഫാക്ടേഴ്സ് എല്ലാ ഫാക്ടേഴ്സും എഴുതണം. ഈ 510ന്റെ എല്ലാ ഫാക്ടേഴ്സും എഴുതണം. അതേപോലെ 92ന്റെ എല്ലാ ഫാക്ടേഴ്സും എഴുതണം. ഏതൊക്കെയാണത്? 510ന്റെ 510ന്റെ ഫാക്ടേഴ്സ് 2 into 3 into 5 into 17 അല്ലേ? ഇൻറ്റു 2. ഇവിടെ 2 സ്ക്വയർ 2 നമ്മൾ ഓൾറെഡി എഴുതിയതാണല്ലോ. ഇൻറ്റു പിന്നെ 23. അപ്പം എല്ലാ ഫാക്ടേഴ്സും എഴുതി. അതുകൊണ്ടായോ? ഇല്ല. ഇനി ഈ ഫാക്ടേഴ്സിന്റെ ഹയസ്റ്റ് പവർ വല്ലതും ഉണ്ടെങ്കിൽ അത് എഴുതണം. നോക്കിക്കേ, ഇവിടെ രണ്ടിടത്തും കണ്ടോ 2ഉം 2 സ്ക്വയറും ഉണ്ട്. ഇതിൽ 2 എന്ന് പറഞ്ഞാൽ 2⁻1 അല്ലേ? സോ 2⁻1 ആണോ 2⁻2 ആണോ വലുത്? 2⁻2 ആണല്ലോ വലുത്. സോ നമ്മളിവിടെ
ഈ 2ന് പകരം 2 അല്ലെങ്കിൽ 2 സ്ക്വയർ എഴുതണം. മനസ്സിലായല്ലോ? ഈക്വൽസ് പിടികിട്ടിയില്ല. ഓൾ ഫാക്ടേഴ്സ് നമ്മൾ എല്ലാ ഫാക്ടേഴ്സും എഴുതണം. അതിൽ ഏതെങ്കിലുമൊക്കെ ഫാക്ടേഴ്സിന്റെ ഹയസ്റ്റ് പവർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ 2 ഉണ്ട് 510ന്, 92ന് 2 സ്ക്വയർ ആണ്. അതിന്റെ ഹയസ്റ്റ് പവർ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ എഴുതണം. മനസ്സിലായല്ലോ? സോ 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 17 ഇൻറ്റു 23. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പം 23460 ആയിരിക്കും നമുക്ക് LCM കിട്ടുക. ഇതേപോലെ തന്നെ നമ്മൾ HCF ചെയ്യണം കേട്ടോ. HCF ഫിസിക്കൽ 2 ഇതൊക്കെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ ഞാനിങ്ങനെ കാൽക്കുലേറ്റർ ചെയ്തതുപോലെ എളുപ്പപ്പണിക്ക് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങളുടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക തന്നെ വേണം. ശരി, അപ്പൊ HCF കണ്ടുപിടിക്കാം. HCF എന്തായിരുന്നു? കോമൺ. ഈ രണ്ട് സ്ഥലങ്ങളിലും കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഫാക്ടേഴ്സ് വല്ലതും ഉണ്ടോ? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. 2 അല്ലാതെ വേറൊരു ഫാക്ടർ ഈ രണ്ട് സ്ഥലത്തും ഇല്ല അല്ലേ? സോ 2 ഇൻറ്റു 2 അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? സോ 2 മാത്രമേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? ലോവസ്റ്റ് എഴുതണം. അതായത് 2:1 ആണോ 2:2 ആണോ ലോവസ്റ്റ്? 2:1 ആണല്ലോ ലോവസ്റ്റ്. സോ 2:1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ് നമ്മുടെ HCF. HCF എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന്. അതായത് ഈ രണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 2 ആണെന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനിയും അവർ നമ്മളോട് ഒരു കാര്യം ക്വസ്റ്റ്യന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ? വേരിഫൈ. എന്താണ് നമ്മൾ വേരിഫൈ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ നേരത്തെ ചെയ്തതുപോലെ LCM ഇൻറ്റു HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് എന്ന് വേരിഫൈ ചെയ്യണം. ശരി, സോ നമ്മുടെ ആദ്യത്തെ ജോലി ഏതാണ്? LCM ഇൻറ്റു HCF എഴുതുക. എന്താ LCM ഇൻറ്റു HCF? LCM എത്ര ആയിരുന്നു? 23460 ഇൻറ്റു HCF ഏതാ? 2 ഈക്വൽ ടു 0 6 6 12 4 4 8 9 3 3 6 46920. അപ്പം LCM ഇൻറ്റു HCF കിട്ടി. ഇനി എന്ത് വേണം? പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് വേണം. ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് അല്ലേ? സോ പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് ആണ് വേണ്ടത്. അപ്പൊ ഏതൊക്കെയാ നമ്പേഴ്സ്? 510 ഇൻറ്റു 92 ചെയ്യുക 0. ഇത് തന്നെ കിട്ടണമല്ലേ? 2 ഇൻറ്റു 1 2 2 ഇൻറ്റു 5 10 10 9 19 1 9 5 45 1 46,920. സോ നമ്മൾ LCM ഇൻറ്റു HCF ചെയ്തപ്പം 46,920 കിട്ടി. പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ചെയ്തപ്പോഴും 46,920 കിട്ടി. ഇങ്ങനെ കിട്ടണമെന്നാണ് അവരെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞത്. Therefore LCM ഇൻറ്റു HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ്. ഇത് വെരിഫൈ ചെയ്യണമെന്നാണ് ആ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരുന്നത്. ശരി, ഇതിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ മൂന്നാമത്തെ പാർട്ടാണ് നമുക്കിനി ചെയ്യാനുള്ളത് അല്ലേ? ആ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 336 ആൻഡ് 54. പഴയ പോലെ തന്നെ 336 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 336 അല്ലേ? 2 168 2 കൊണ്ട് 84 2 കൊണ്ട് 42 2 കൊണ്ട് 21 അല്ലേ? 21 3 7. ഇതേപോലെ തന്നെ 54നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാമല്ലോ അല്ലേ? 54 3 അല്ല, അപ്പൊ 3 അല്ല, 3 വേണമെന്നില്ല. 2 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 3 ആയാലും കുഴപ്പമില്ല, 2 ആയാലും കുഴപ്പമില്ല. 2 27 3 9 3 3 അല്ലേ? വേണമെങ്കിൽ ഒരു 3 എഴുതി 1 ഒക്കെ എഴുതാം ഒരു ഭംഗിക്ക്. അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. 2 എത്ര വട്ടമുണ്ട്? 1 2 3 4 വട്ടം അല്ലേ? 2⁴ ഇൻറ്റു 3യോ ഒരു വട്ടം 3 ഇൻറ്റു 7. ഇങ്ങനെയാണ് 336ന്റെ ഫാക്ടറൈസേഷൻ. 54ന്റേതോ 54 ഈക്വൽ ടു 2 ഒരു വട്ടം അല്ലേ? 2 ഇൻറ്റു 3 എത്ര വട്ടമുണ്ട്? 1 2 3 വട്ടം. സോ 3 ക്യൂബ്. അപ്പൊ നമുക്ക് LCM ആണല്ലോ വേണ്ടത്. LCM എങ്ങനെ LCM എഴുതുന്നത്? LCM എഴുതുമ്പം എല്ലാ ഫാക്ടേഴ്സും എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഏതാണ് എല്ലാ ഫാക്ടേഴ്സും? അപ്പം 336ന്റെ ഫാക്ടേഴ്സ് എഴുതി തുടങ്ങാം. 2 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, പിന്നെ 7 ഉണ്ട്, പിന്നെ 54ന്റെ ഫാക്ടേഴ്സ് 2 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 3 അത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ശരി, അപ്പൊ എല്ലാ ഫാക്ടേഴ്സും എഴുതി, ഓൾ ഫാക്ടേഴ്സും എഴുതി. ഇനി നമുക്ക് എന്ത് വേണം? ഇതിലെ ഹയസ്റ്റ് ഫാക്ടർ വേണം അല്ലേ? ഏറ്റവും കൂടിയ ഫാക്ടർ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 2⁴ ആണ്, താഴെ 2 ഉള്ളൂ. 2 എന്ന് പറഞ്ഞാൽ 2⁴ ആണ്. ഇതിലെ ഏതാണ് ഹയസ്റ്റ്?
2:1 ആണോ 2:4 ആണോ കൂടുതലുള്ളത്? 2:4 ആണല്ലോ. സോ 2:4 ഇൻറ്റു 3 രണ്ടിടത്തും ഉണ്ടല്ലോ. ഇവിടെ 3:1 ആണ്, ഇവിടെ 3:3 ആ. ഏതാ ഹയസ്റ്റ്? ഹയസ്റ്റ് ആണ് നമ്മൾ LCM ആയിട്ട് എഴുതേണ്ടത്. ശരി, അപ്പൊ സോ 3³ അല്ലേ ഹയസ്റ്റ്? 3:1 ഉണ്ട്, 3:3 ഉണ്ട്. ഹയസ്റ്റ് ഏതാ? 3:3 അല്ലേ? ശരി, അപ്പം ഇൻറ്റു 7 നമുക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ മാത്രമേ 7 ഉള്ളൂ, അതിനെ അതേപോലെ അങ്ങ് എഴുതുക. സോ 2:4 2 into 16 into 3:3 27 into 7 അല്ലേ? സോ LCM is equal to 3024 3024 ആണ്. ഇതേപോലെ നമുക്ക് HCF കണ്ടുപിടിക്കണം. HCF is equal to എങ്ങനെ നമുക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? കോമൺ നമ്പേഴ്സ് എടുക്കണം അല്ലേ? ഇവിടെ രണ്ടിടത്തും കോമൺ ഉള്ള ഫാക്ടേഴ്സ് കണ്ടോ, രണ്ടിടത്തും 2 ഉണ്ട്, രണ്ടിടത്തും 3 ഉണ്ട്. സോ 2ഉം 3ഉം രണ്ടിടത്തും കോമൺ ആണ്. അങ്ങനെ നമ്മൾ കോമൺ ഫാക്ടേഴ്സ് എഴുതി. ഇനി എന്ത് വേണം? ഈ കോമൺ ഫാക്ടേഴ്സിന്റെ ലോവസ്റ്റ് പവർ വേണം എഴുതാൻ അല്ലേ? ഇവിടെ 2:4 ഉണ്ട്, 2:1 ഉണ്ട്. ഏതാ ലോവസ്റ്റ്? 2:1 ആ ലോവസ്റ്റ്. സോ 2:1 ഇൻറ്റു ഇവിടെ 3:1 ഉണ്ട്, 3:3 ഉണ്ട്. ഏതാ ലോവസ്റ്റ്? 3:1 ആ. സോ 2 ഇൻറ്റു 3 6 ആണ് ലോവസ്റ്റ്. അങ്ങനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ നമുക്ക് LCM-ഉം HCF-ഉം കിട്ടി. ഇനി അവർ നമ്മളോട് ഒരു വേരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടല്ലോ. വെരിഫൈ ദാറ്റ് LCM ഇൻറ്റു HCF is equal to അല്ലേ? സോ നമ്മൾ LCM എഴുതണം. എത്രയാണത്? 3024 ഇൻറ്റു HCF ഏതാണത്? 6 അല്ലേ? 6 into 4 24, 2 into 6 12 14, 6 into 3 18144 അല്ലേ? 18,144 ആണ് LCM ഇൻറ്റു HCF ചെയ്തപ്പോൾ കിട്ടിയത്. ഇതേപോലെ തന്നെ എന്താണ് അവർ വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ടുള്ളത്? പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്? ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഏതായിരുന്നു? നമ്പേഴ്സ് 336 അല്ലേ? 336 ഇൻറ്റു 54. അത് ചെയ്യുമ്പോൾ ഏത് തന്നെ കിട്ടണം? ഇത് തന്നെ കിട്ടണം, ഈ ആൻസർ തന്നെ കിട്ടണം. നോക്കാം അങ്ങനെ കിട്ടുമോന്ന്. സോ 336 ഇൻറ്റു 54 അല്ലേ? 6 into 4 24, 2 4 into 3 12, 5 into 6 30, 42 44, ബാലൻസ് 4, 4 into 3 12, 5 into 3 15, 27 4 31, ബാലൻസ് 3, 5 into 3 15 3 18 അല്ലേ? സോ 18,144 ആണല്ലോ. ഇതാണ് പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചെന്തായിരുന്നു? ഈ LCM ഇൻറ്റു HCF ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടണം? പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് തന്നെ കിട്ടണമെന്നാണ് ചോദിച്ചിരുന്നത് അല്ലേ? അത് രണ്ടും കിട്ടിയല്ലോ. Therefore LCM ഇൻറ്റു HCF is equal to അല്ലേ? പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. ഇതാണ് നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ സെഷൻ ആണ്, പഠിച്ചോണം. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് ദ LCM ആൻഡ് HCF യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞിട്ടാ. നമ്മൾ തൊട്ടുമുമ്പത്തെ കേസിലൊക്കെ 2 നമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അവർ 3 നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ചെയ്യുന്ന മെത്തേഡ് എല്ലാം സെയിം തന്നെ. നമ്മൾ നേരത്തെ LCM-ഉം HCF-ഉം കണ്ടുപിടിച്ച അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഓരോ നമ്പേഴ്സിനെ ഒന്ന് ഫാക്ടേഴ്സ് ചെയ്യാം. ആദ്യമേ ഇവിടെ 12 അല്ലേ? സോ 12നെ ഫാക്ടേഴ്സ് ചെയ്യാം. 12 നമുക്കറിയാം. 12 എന്ന് പറഞ്ഞാൽ 2 into 2 into 3 ആണല്ലേ? ദാറ്റ് ഈസ് 2 square into 3 ആണ് 12. 15ഓ? 15-ആകെ ഒരൊറ്റ ഫാക്ടറേ ഉള്ളൂ അല്ലേ? അത് 3 into 5 ആണ് 15. 21 എന്ന് പറഞ്ഞാലും 3 into 7 അല്ലേ? ശരി, നമുക്ക് ആദ്യം വേണ്ടത് LCM അല്ലേ? എന്താണ് LCM? കണ്ടോ, LCM നമ്മൾ എങ്ങനെ എഴുതുന്നത്? എല്ലാ ഫാക്ടേഴ്സും എഴുതണം. അപ്പൊ ആദ്യമേ 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 12ന്റെ ഫാക്ടേഴ്സ് 2 എഴുതണം, പിന്നെ 3 എഴുതണം, പിന്നെ 15ന്റേത് എഴുതണം. 15ന്റേത് 3 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പിന്നെ ഏതാ വേണ്ടത്? 5 എഴുതണം അല്ലേ? 21ന്റെ ഫാക്ടേഴ്സോ? 3ഉം 7ഉം. 3 നമ്മൾ ഓൾറെഡി എഴുതിയതാ. പിന്നെ ബാക്കി ആരുണ്ട്? 7 എഴുതണം. ഇനി എന്താ വേണ്ടേ? ഇതിലേതെങ്കിലും ഹയസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം അല്ലേ? അങ്ങനെയാണല്ലോ LCM കണ്ടുപിടിക്കുന്നത്. അതിൽ കണ്ടോ 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയറാ. സോ 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7. മനസ്സിലായല്ലോ? ഹയസ്റ്റ് പവർ ആണ് എഴുതേണ്ടത്. 2 സ്ക്വയർ 4 അല്ലേ? 4 ഇൻറ്റു 5 20, 20 ഇൻറ്റു 3 60, 6 ഇൻറ്റു 7 420 അല്ലേ?
സോ 420 നമ്മുടെ LCM. HCF എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടേഴ്സ് എഴുതണം. ഇതിന്റെ മൂന്നിന്റെയും കോമൺ ഫാക്ടേഴ്സ് നോക്കിക്കേ. ഈ ഇതുണ്ട് ഇവിടെ കണ്ടോ, ഇവിടെയും 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 കോമൺ ആയിട്ട് വരുന്ന ഒരൊറ്റ ഫാക്ടറേ ഉള്ളൂ. ഏതാണത്? 3 ആണ്. അങ്ങനെ ഹയസ്റ്റും ലോവസ്റ്റ് ഒന്നും ഇല്ല, ഒറ്റ ഒരെണ്ണമേ കോമൺ ആയിട്ട് വരുന്നുള്ളത്. ഏതാണ്? 3 ആണ്. സോ HCF is equal to 3. അങ്ങനെ നമുക്ക് LCM കിട്ടി, HCF കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ പാർട്ട്. ആ ക്വസ്റ്റ്യൻസ് കണ്ടോ, 17, 23, 29. ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ നമുക്കറിയാം, ഞാൻ ഈ ചാപ്റ്ററിന്റെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് പ്രൈം നമ്പേഴ്സാ. ഈ 17, 23, 29 ഒക്കെ പ്രൈം നമ്പേഴ്സാ. ഇതിനങ്ങനെ കോമൺ ഫാക്ടർ ഒന്നുമില്ല. ഇതിനങ്ങനെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം പിന്നെ ഈ നമ്പറും മാത്രമേ ഉള്ളൂ. നമുക്കിത് നോക്കാം. 17ന്റെ ഫാക്ടർ ഏതേ ഉള്ളൂ? 17ന്റെ വേറെ യാതൊരു ഫാക്ടറും ഇല്ല. 1 × 17 മാത്രമേ ഉള്ളൂ 17ന്റെ ഫാക്ടർ. ഇതേപോലെ 23ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏതാ? 1 × 23, അത് മാത്രമേ ഉള്ളൂ. കാരണം ഇതെല്ലാം തന്നെ എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. 29ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 × 29 ആണ്. സോ LCM കണ്ടുപിടിക്കുമ്പോഴേ നമ്മൾ LCM കണ്ടുപിടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓൾ അല്ലെ, ഓൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്ന് എഴുതാം. ഇവിടെ 1 ഉണ്ട്. 1 × ഒരു നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ തന്നെ കിട്ടുന്നത്. സോ ഓൾ ഫാക്ടേഴ്സ് എഴുതണ്ടായോ? സോ 1 × 17 × 1 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 23 × 1 ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ 1 നമ്മളിവിടെ 1 എഴുതിയിട്ടുണ്ട്. × 29. ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ LCM എന്ന് പറഞ്ഞാൽ. സോ ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ഒരു വളരെ ചെറിയ നമ്പർ അല്ല, വളരെ വലിയ നമ്പർ കിട്ടും. 11,339. ഞാൻ കാൽക്കുലേറ്റർ ചെയ്താണ്. നിങ്ങളിങ്ങനെ കാൽക്കുലേറ്റർ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളിങ്ങനെ എഴുതി തന്നെ ചെയ്യണം. ഞാനിങ്ങനെ ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന്, വീഡിയോ പെട്ടെന്ന് തീർക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അങ്ങനെ കാൽക്കുലേറ്റർ ചെയ്തതാണ്. നിങ്ങൾ മാനുവലി തന്നെ എഴുതി തന്നെ ചെയ്യണം. എന്നാലും നിങ്ങളുടെ ആ ഒരു സ്കില്ല് ഇമ്പ്രൂവ് ആകുകയുള്ളൂ. ഇനി നമുക്ക് HCF കണ്ടുപിടിക്കേണ്ട അടുത്തായിട്ട് HCF എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം കൂടെ കോമൺ ഉള്ള ഫാക്ടർ അല്ലേ? ഇതിനെല്ലാം കോമൺ ഉള്ള ഏത് ഫാക്ടറേ ഉള്ളൂ? കണ്ടോ, ഇതിനെല്ലാം കോമൺ ഏത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. സോ ഇവിടുത്തെ HCF എന്ന് പറഞ്ഞാൽ 1 ആയില്ലേ? 8, 9 and 25 ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 8 നമുക്കറിയാം. 8 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ആണ് 8. ദാറ്റ് ഈസ് 2³ ആണ് 8 അല്ലേ? ഇതേപോലെ 9 എന്ന് പറഞ്ഞാൽ 3 × 3, ദാറ്റ് ഈസ് 3² ആണ്. 25 എന്ന് പറഞ്ഞാൽ 5 × 5, ദാറ്റ് ഈസ് 5² ആണ്. LCM എങ്ങനെ LCM എടുക്കുന്ന ഓർക്കുന്നുണ്ടല്ലോ? എല്ലായിടത്തെയും ഫാക്ടേഴ്സ് എഴുതണം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. ഇത് മാത്രം മതിയോ? ഇതിന്റെ ഹയസ്റ്റ് പവർ എടുക്കണം. 2ന്റെ ഹയസ്റ്റ് പവർ 2�3× 3² × 5² അല്ലേ? 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. 5² എന്ന് പറഞ്ഞാൽ 25 അല്ലേ? സോ 25 × 8 എന്ന് പറഞ്ഞാൽ 200 ആണല്ലേ? 200 × 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ LCM is equal to 1800. HCF എന്ന് പറയാൻ എന്തുവാ? ഇതിന് മൂന്നിനും കൂടെ കോമൺ ഉള്ള സാധനമാണ് HCF. എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഒന്നും കോമൺ ഇല്ലല്ലോ. അങ്ങനെ ഒന്നും കോമൺ ഇല്ലാതെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 0 എഴുതരുത് കേട്ടോ. ഈ 2³ എന്ന് പറഞ്ഞാൽ 2³ × 1 ആണ്. 3² എന്ന് പറഞ്ഞാൽ 3² × 1 ആണ്. 5² എന്ന് പറഞ്ഞാൽ 5² × 1 ആണ്. നമ്മൾ തന്നെ ഇവിടെ ചെയ്തതുപോലെ, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിന് ചെയ്തതുപോലെ തന്നെ. സോ ഇതിന് മൂന്നിനും കൂടെ കോമൺ ഉള്ള പോർഷൻ അല്ലെങ്കിൽ മൂന്നിനും കോമൺ ഉള്ള ഫാക്ടർ ഏതാണ്? 1 ആണ്. സോ HCF is equal to 1. മനസ്സിലായല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ, പഠിച്ചോണം. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഗിവൺ ദാറ്റ് HCF ഓഫ് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ HCF, ആ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 306ഉം 657. ഇതാണ് ആ നമ്പേഴ്സ്. ഈ 2 നമ്പേഴ്സിന്റെ HCF എന്ന് പറഞ്ഞാൽ 9 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഇതിന്റെ LCM കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതുവരെ ചെയ്തതുപോലെ അവരെ LCM HCF കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിട്ടില്ല. HCF നമുക്ക് തന്നിട്ടുണ്ട്, ഈ 2 നമ്പേഴ്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ LCM കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ പ്രൈം ഫാക്ടറൈസേഷൻ വഴി ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യാനല്ല അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. HCF തന്നിട്ടുണ്ട്, 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, LCM കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്.
അതിന് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? നമ്മൾ രണ്ടാമത് ചെയ്ത ക്വസ്റ്റ്യനിലെല്ലാം നമ്മൾ ആ ഒരു ഫോർമുല എഴുതിയായിരുന്നു. LCM ഇൻറ്റു HCF ഈസിക്കൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ് നമ്മൾ എഴുതിയിരുന്നു. ശരി, ആ ഫോർമുല ഒന്ന് എഴുതിക്കേ. LCM ഇൻറ്റു HCF ഈസിക്കൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. LCM നമുക്കറിയത്തില്ല, LCM കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇൻറ്റു HCF. എത്ര HCF കണ്ടോ? HCF ഓഫ് 306 and 657. ഈ രണ്ട് നമ്പേഴ്സിന്റെ HCF എന്ന് പറഞ്ഞാൽ 9 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. സോ 9 ഈസ് ഈക്വൽ ടു, സോ LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഏതാണ്? ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് 306 അല്ലേ? സോ 306 ഇൻറ്റു 657. അങ്ങനാണെങ്കിൽ LCM കണ്ടുപിടിക്കാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? 306 ഇൻറ്റു 657 ഡിവൈഡഡ് ബൈ 9. 9 കൊണ്ട് 7, 63, 27, 3 അല്ലേ? സോ 306 306 ഇൻറ്റു 73. 6 ഇൻറ്റു 3 18 അല്ലേ? 1 6 ഇൻറ്റു 7 42, 1 43, 4 3 ഇൻറ്റു 3 9, 13, ബാലൻസ് 1, 7 ഇൻറ്റു 3 21, 22 അല്ലേ? ഈക്വൽസ് 22,338. ഇതാണ് നമ്മുടെ LCM. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ഈ ഒരു LCM കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദിച്ചത്. ശരി, ഇപ്പൊ ഞാൻ ഈ ക്ലാസ് ഇതുകൊണ്ട് നിർത്തുകയാണ്. ഇനിയും ഈ എക്സസൈസിൽ വേറെ ഒരു 3 ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. ഇന്ന് പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ടെക്സ്റ്റിൽ തന്നെ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഈ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട്. എക്സാമ്പിൾ 7 അതേപോലെ തന്നെ എക്സാമ്പിൾ 8 ആ 2 ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ വാട്സാപ്പ് നമ്പർ ഇതോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കുക. നന്നായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക.